ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാമ്പാപ്പള്ളി പ്രദക്ഷിണത്തിന് പോകുന്നൊരു വീഡിയോ ആണിത് കേട്ടോ. പോകുന്ന വഴിയിൽ നേർച്ചയായിട്ട് ബന്നും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വന്നപ്പോൾ ബലൂൺ കണ്ടിട്ട് ഒരാൾ നിർബന്ധം കാണിക്കുക വേണമെന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വള്ളക്കടയിലെത്തി നമ്മുടെ 3 രൂപങ്ങളും വരികയാണ്. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒരുക്കിയിട്ട പന്തലിൽ ഈ 3 രൂപങ്ങളും കൊണ്ടുവയ്ക്കും. വേറൊന്നിനുമല്ല, നമുക്ക് തൊട്ടുമുത്തി പ്രാർത്ഥിക്കാനും നേർച്ചകൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നേരത്തേക്ക് രൂപങ്ങൾ വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ മാതാവിനെ കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് കളിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ പിടിച്ചു മാറ്റി. രൂപം കൊണ്ടുവരുന്ന അവൻ കാണുന്നില്ല. പിന്നെ അങ്ങനെ മാതാവിനെയും കൊണ്ടുവന്നു. തൊട്ട് പുറകെ തന്നെ നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുണ്യാളൻ ദൂരെ നിന്ന് വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ്. അങ്ങനെ 3 രൂപങ്ങളും പന്തലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആളായിരുന്നു കേട്ടോ പ്രദക്ഷിണത്തിന്. പിന്നെ നമുക്കൊരു ഉത്സവമാണല്ലോ അന്നത്തെ ദിവസം എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ജനം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ജങ്കാറിലേക്ക് കയറി കേട്ടോ. പിന്നെ ജങ്കാറിൽ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ജങ്കാറിൽ കയറി ഇരുന്നു. അങ്ങനെ ജങ്കാർ നമ്മുടെ വള്ളക്കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് ഞങ്ങളെല്ലാവരും പിന്നെ അവിടെ എല്ലാം ഇരുന്നു. ഉള്ള സ്ഥലത്ത് എല്ലാവരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്തിരിക്കാതെ ഫ്രണ്ടിലോട്ട് പോയാൽ, കാരണം അവന് ബാക്കിൽ ഇരുന്നൊന്നും കാണാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അവൻ ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ ഒരു സ്റ്റൂളിനകത്തൊരു കൊച്ചിരിക്കുന്ന കണ്ടപ്പം അവനെ പിന്നെ അതിനകത്ത് കയറ്റിയിരുത്തി. അങ്ങനെ കയറ്റിയിരുന്ന ആളിങ്ങനെ മേളിൽ ഇരുന്ന് ഫുൾ എൻജോയ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അന്നത്തെ ദിവസം ജങ്കാർ മാത്രം ആയിരിക്കത്തില്ല, നമ്മുടെ വള്ളത്തിലും ചെറിയ ബോട്ടിലൊക്കെ നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ കൂടെ തന്നെ ഫാമിലിയായിട്ട് ഓരോരുത്തർ വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കായലിൻ്റെ ഒരു മധ്യഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു വ്യൂ ആണ് കേട്ടോ. എന്നുവെച്ചാൽ എല്ലാ വീടുകളും അലങ്കരിച്ച് ലൈറ്റും ദീപമൊക്കെ കൊളുത്തി ഒരു ദൂരെ നിന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പിന്നെ ആകാശത്ത് പോയി പൊട്ടുന്ന പടക്കങ്ങളും എല്ലാം ഒരു സൂപ്പർ വൈബായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്നതാണ് വള്ളത്തിൽ. മോളെ താലപ്പൊലി എടുക്കുന്നതുമാണ്. ഈ വർഷം മോളെ എടുപ്പിച്ചില്ല. പക്ഷേ ഞങ്ങൾ വള്ളത്തിൽ പോക്ക് മാത്രം മുടക്കിയില്ല കേട്ടോ. ഞങ്ങൾ പോയി. അങ്ങനെ നമ്മുടെ ലേലക്കടവ് കുരിശടിയാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരുപാട് ജനങ്ങളാണ് നമ്മുടെ സെബസ്ത്യാനോസ് പുണ്യാളനെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നത്. നേർച്ചകൾ കൊണ്ടുവന്ന് പുണ്യാളനെ സമർപ്പിക്കാനും തൊട്ടുമുത്താനും ഒക്കെ ഒരുപാട് ആളാണ് അവിടെ വരുന്നത് കേട്ടോ എല്ലാ വർഷവും. അങ്ങനെ നമ്മൾ കുരിശടി എത്തി. കുരിശടിയുടെ കഴിഞ്ഞ് എല്ലാ സൈഡിലുള്ള വീടുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പറ്റുന്നിടം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രൂപ ഇറക്കേണ്ട സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ തത്ത ഒരുങ്ങി നിൽക്കുന്നു താലപ്പൊലി എടുത്ത്. അങ്ങനെ അവിടെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരയാട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ കയറി വന്നപ്പോൾ ചെണ്ടോട്ടലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ആ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. അങ്ങനെ ഞങ്ങളിങ്ങ് തിരിച്ചു. മക്കൾക്കങ്ങ് ഉറക്കം വരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് ഇനി പോരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.